ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് നടത്തിയ LDC സെക്കൻഡ് ഫേസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. കൊല്ലം, കണ്ണൂർ ജില്ലകളിലായിട്ടുള്ള LDC പരീക്ഷയാണ് ഇന്ന് നടന്നത്. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആവശ്യമുള്ളവർ PYQ സ്റ്റഡി സ്റ്റുഡിയോ എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ചാനലിൽ ഇതിന്റെ PDF അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രൊഫഷണൽ ആൻസർ കീ വെച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോക്ഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം മാലിദ്വീപ് ആണ്. ഓപ്ഷൻ ബി, മാലിദ്വീപ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. സൂചനകൾ നോക്കി വ്യക്തിയെ തിരിച്ചറിയാനാണ് ചോദ്യം. സൂചനകൾ നോക്കാം. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ചു. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. അപ്പൊ ആരെ കുറിച്ചാണ്? VP മേനോനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ ഡി, VP മേനോൻ. മൂന്നാമത്തെ ചോദ്യം. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് എഴുതുക. ഫസ്റ്റ് ഫേസിലും സെയിം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണ്. ഓപ്ഷൻ ബി, ബ്രസൽസ്. നാലാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. ശരിയായിട്ടുള്ളതാണ് എഴുതേണ്ടത്. 1. സമത്വ സമാജം അയ്യങ്കാളി. സമത്വ സമാജം അയ്യങ്കാളി അല്ല, വൈകുണ്ഠസ്വാമികളാണ്. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. ശരിയാണ്. സഹോദര പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു. തെറ്റാണ്, സഹോദരൻ അയ്യപ്പനാണ്. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. അപ്പൊ ശരിയായിട്ടുള്ളത് 2ഉം 4ഉമാണ്. ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം. ഓപ്ഷൻ സി. അഞ്ചാമത്തെ ചോദ്യം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് രേഖപ്പെടുത്തുക. തന്നിരിക്കുന്നതിൽ മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവനയാണ് എഴുതേണ്ടത്. 1. ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ്. അത് തെറ്റാണ്. 2. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. ശരിയാണ്. 3. പഞ്ചാബും ബംഗാളും 2ആയി വിഭജിക്കുന്നതാണ്. 4. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. അപ്പൊ നമ്മളോട് തെറ്റായിട്ടുള്ളതാണ്, ഉൾപ്പെടാത്ത പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത്. 1 മാത്രമാണ് ഉൾപ്പെടാത്തത്. ഓപ്ഷൻ എ. ആറാമത്തെ ചോദ്യം. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. 1. ഞാനാണ് രാഷ്ട്രം ലൂയി 11. ഞാനാണ് രാഷ്ട്രം ലൂയി 11 അല്ല, ലൂയി 14. എനിക്ക് ശേഷം പ്രളയം ലൂയി 15. ശരിയാണ്. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, കേക്ക് കഴിച്ചുകൂടെ, മേരി ആന്റോയിനെറ്റ്. അതും ശരിയാണ്. അപ്പൊ ശരിയായിട്ടുള്ളത് 2ഉം 3ഉമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2ഉം 3ഉം. ഏഴാമത്തെ ചോദ്യം. പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. എട്ടാമത്തെ ചോദ്യം. പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? പ്രൈം മെറിഡിയൻ ഗ്രീനിച്ച്. ഓപ്ഷൻ ഡി, ഗ്രീനിച്ച്. ഗ്രീനിച്ച് രേഖ തന്നെയാണ് പ്രൈം മെറിഡിയൻ. കടന്നു പോകുന്നത് ഗ്രീനിച്ചിലൂടെ. ക്വസ്റ്റ്യൻ നമ്പർ 9. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? തന്നിരിക്കുന്നതില് ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഒഡീഷയാണ്. ഓപ്ഷൻ ബി. 10. എൽനിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിന്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? എൽനിനോ പ്രധാനമായും ബാധിക്കുന്നത് തെക്കേ അമേരിക്ക. ഓപ്ഷൻ സി, തെക്കേ അമേരിക്ക. ക്വസ്റ്റ്യൻ നമ്പർ 11. വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേരെന്താണ്?
വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റ് ലൂ. ഓപ്ഷൻ ബി ലൂ. ക്വസ്റ്റ്യൻ നമ്പർ 12. കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ തൃശൂർ ജില്ലയിൽ. ഓപ്ഷൻ എ ആണ് ഉത്തരം, തൃശൂർ. ക്വസ്റ്റ്യൻ നമ്പർ 13. 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ്? 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതെന്നാണ് ചോദ്യം. വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി. ഓപ്ഷൻ സി ആണ് ഉത്തരം, വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി. 14. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തതേത്? ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ തന്നിരിക്കുന്നതിൽ തെറ്റായത് ഗ്രാമീണ അസമത്വം. ഓപ്ഷൻ സി ആണ്, ഗ്രാമീണ അസമത്വം. ക്വസ്റ്റ്യൻ നമ്പർ 15. സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ രംഗത്ത് ഇന്ത്യ മുൻപന്തിയിലെത്താൻ സഹായിച്ച വസ്തുതകളേവ? സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ, ഔട്ട്സോഴ്സിംഗ് രംഗത്ത് ഇന്ത്യ മുൻപന്തിയിലെത്താൻ സഹായിച്ച വസ്തുതകൾ ഏവയെന്നാണ് ചോദ്യം. 1. വൈദഗ്ധ്യമേറിയ മനുഷ്യവിഭവങ്ങൾ. 2. കുറഞ്ഞ വേതന നിരക്ക്. 3. ദാരിദ്ര്യം. 4. തൊഴിലില്ലായ്മ. അപ്പൊ ഏതൊക്കെയാണ്? 1ഉം 2ഉമാണ്. വൈദഗ്ധ്യമേറിയ മനുഷ്യവിഭവങ്ങളും കുറഞ്ഞ വേതന നിരക്കും. 1ഉം 2ഉമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 16ാമത്തെ ചോദ്യം. ഇന്ത്യൻ കാർഷിക രംഗത്തെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തതേത്? കാർഷിക രംഗത്തെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാണ് ചോദ്യം. ഓപ്ഷൻ ബി ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക്. ഇതാണ് തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന. ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക്. 17. ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക എന്നതാണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ്. പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക. 18. നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത്? നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ചെയർപേഴ്സൺ സ്ഥാനം അലങ്കരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക സഹായം നൽകുന്നു. വിദഗ്ധോപദേശക സമിതിയായി പ്രവർത്തിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നു. അപ്പൊ നമ്മളോട് ഉൾപ്പെടാത്ത പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത്. ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. 19ാമത്തെ ചോദ്യം നോക്കാം. പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്? മുദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത് ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മുദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 20. താഴെ പറയുന്നവയിൽ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമസേവനം നൽകുന്നത് ആർക്കൊക്കെ? ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമസേവനം നൽകുന്നത് ആർക്കൊക്കെ എന്നാണ് ചോദ്യം. 1. സ്ത്രീകൾക്കും കുട്ടികൾക്കും. 2. വ്യവസായശാലകളിലെ തൊഴിലാളികൾ. 3. ഭിന്നശേഷിക്കാർ. ഈ 3ഉം ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഈ 3 പേർക്കും സൗജന്യ നിയമ സേവനം നൽകുന്നുണ്ട്. ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദ എബവ് ആണ് ഉത്തരം. 21. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? ശരിയായിട്ടുള്ളതാണ് ചോദ്യം. വകുപ്പ് 51A പ്രതിപാദിക്കുന്നു. ശരിയാണ്. ഭാഗം 3A ഇവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. 3A അല്ല, 4A ആണ്. 12 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത്. 12 ഇല്ല, 11 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത്. അപ്പൊ 1 മാത്രമാണ് ശരി. പക്ഷെ ഇവിടെ PSC പ്രൊഫഷണൽ ആൻസർ കീ 1ഉം 2ഉം എന്നാണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് PSC പ്രൊഫഷണൽ ആൻസർ കീ ആയിട്ട് തന്നിരിക്കുന്നത്. പക്ഷെ തെറ്റാണ്. ഇത് ഡിലീഷൻ ആവുമായിരിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്?
ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദ്യം. 1. സഭയിൽ പ്രധാനമായും 9 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിന്റെ ചെയർമാൻമാരായിരുന്നു. അസംബ്ലിയിലെ മീറ്റിംഗുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. അപ്പൊ ശരിയായിട്ടുള്ളത് 2ഉം 3ഉമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 2ഉം 3ഉം. 22ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരിയായത് ഏത്? ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരിയേതെന്നാണ് ചോദ്യം. നോക്കാം. 1. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നാണ്. മൗലിക അവകാശങ്ങൾ അമേരിക്ക. നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ. അപ്പോ അമേരിക്കയിൽ നിന്നും കടമെടുത്തത് 2ഉം 3ഉമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2ഉം 3ഉം. 24. ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങളേവ? ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. 1. അർദ്ധ ഫെഡറൽ സമ്പ്രദായം. 2. കേവല ഭൂരിപക്ഷ സമ്പ്രദായം. 3. നിയമനിർമ്മാണ പ്രക്രിയ. അപ്പൊ അമേരിക്കയിൽ നിന്നും കടമെടുത്തിരിക്കുന്നത് 2ഉം 3ഉമാണ്. കേവല ഭൂരിപക്ഷ സമ്പ്രദായം, നിയമനിർമ്മാണ പ്രക്രിയ. 2ഉം 3ഉം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2ഉം 3ഉം. 25. ഭരണഘടനയിലെ 19ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏത്? 19ാം വകുപ്പ് പ്രകാരം ശരിയായിട്ടുള്ളതാണ് ചോദ്യം. 1. സഞ്ചാര സ്വാതന്ത്ര്യം 19ലാണ്. 2. വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം 21 എ ആണ്. 3. സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം 19ആണ്. അപ്പോ ഏതൊക്കെയാണ് 19ാം വകുപ്പ് പ്രകാരം ശരിയായിട്ടുള്ളത്? 1ഉം 3ഉമാണ്. ഓപ്ഷൻ ബി 1ഉം 3ഉം. 26. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദ്യം. 1. കമ്മീഷനിൽ 5 അംഗങ്ങളാണുള്ളത്. 2. സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരംഗമാണ്. 3. ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി മറ്റൊരംഗമാണ്. ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി അല്ല, ഹൈക്കോടതിയിലെ ചീഫ് ജഡ്ജി അഥവാ മുൻ ചീഫ് ജഡ്ജിയാണ് അംഗമായിട്ട് വരുന്നത്. അപ്പോൾ 1ഉം 2ഉമാണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി. 27. കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദ്യം. 1. ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. കൂടുതൽ സീറ്റുകളും കുറച്ച് വോട്ടുകളും ലഭിക്കാം. ശരിയാണ്. 2. ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളും സീറ്റുകളും തുല്യമായിരിക്കും. തെറ്റാണ്. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. അപ്പൊ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ 1ഉം 3ഉം. 28. തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 1. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. അത് ശരിയാണ്. 2. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റ് അംഗങ്ങൾക്കും തുല്യ അധികാരങ്ങളാണ് ഉള്ളത്. അതും ശരിയാണ്. തുല്യ അധികാരമാണ് ഉള്ളത്. 3. അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. അതും ശരിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് 3ഉം ശരിയാണ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ് ആണ് ആൻസർ. ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 29. ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത്? ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. 1. ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ശരിയാണ്. 2. ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ്. അതും ശരിയാണ്. 3. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. തെറ്റാണ്. ശരിയായിട്ടുള്ളത് 1ഉം 2ഉമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 30. ഭരണഘടനയിലെ 73ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 73ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. 1. പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. 73ാം ഭേദഗതി പഞ്ചായത്ത് രാജിനെ കുറിച്ചിട്ടുള്ളതാണ്. 2.
12ാം ഷെഡ്യൂളിൽ 73ാം ഭേദഗതി ഉൾപ്പെടുത്തിയിരിക്കുന്നു. തെറ്റാണ്. 11ാം ഷെഡ്യൂളിലാണ്. 3 ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു. അത് ശരിയാണ്. അപ്പോ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി 1ഉം 3ഉം. 31 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന, ഇഡിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദ്യം. 1 സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടത്. ശരിയാണ്. ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. 3 രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത്. അപ്പോ 3ഉം ശരിയായിട്ടുള്ളതാണ്. ഓൾ ഓഫ് ദ എബോവ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 32 താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1 മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാനത്തെ ഗവർണറാണ്. മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാനത്തെ ഗവർണറാണ്. ശരിയാണ്. 2 മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. അതും ശരിയാണ്. മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് നിയമിക്കുന്നത്. 3 മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്വമുണ്ട്. അത് തെറ്റാണ്. ശരിയായിട്ടുള്ളത് 1ഉം 2ഉമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1ഉം 2ഉം. 33 താഴെ ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളതാണ് ചോദ്യം. 1 കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. അത് ശരിയാണ്. 2 ഭരണകാര്യങ്ങളിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു. അത് തെറ്റാണ്. 3 സംസ്ഥാന ഭരണനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ്. അത് ശരിയായിട്ടുള്ളതാണ്. അപ്പൊ ശരിയായിട്ടുള്ളത് 1ഉം 3ഉമാണ്. ഓപ്ഷൻ എ 1ഉം 3ഉം. 34 താഴെ പറയുന്നവയിൽ മനുഷ്യദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തതേത്? മനുഷ്യദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തതാണ് ചോദ്യം. തന്നിരിക്കുന്നതിൽ ശരീര താപനില നിയന്ത്രിക്കുക എന്നുള്ളതാണ് മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത്. ബാക്കി 3ഉം മനുഷ്യദഹന പ്രവർത്തനത്തിൽ വരുന്നതാണ്. 35 താഴെ പറയുന്നവയിൽ കാൽസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമേത്? ഓസ്റ്റിയോപോറോസിസ്. ഓപ്ഷൻ എ കാൽസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് ഓസ്റ്റിയോപോറോസിസ്. 36 ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്? മഴക്കാടുകൾ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മഴക്കാടുകളാണ്. 37 ഏതുതരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായിട്ട് കണക്കാക്കുന്നത്? ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പ് എന്ന് പറയുന്നത് അപൂരിത കൊഴുപ്പാണ്. ഓപ്ഷൻ സി അപൂരിത കൊഴുപ്പ്. 38 ജനിതക എഡിറ്റിംഗ് സാങ്കേതികതയായ CRISPR Cas9 CRISPR9 അതായത് ഇത് ഏത് മേഖലയിലെ വലിയ പ്രതീക്ഷയാണ് നൽകുന്നതെന്നാണ് ചോദ്യം. ക്യാൻസർ ചികിത്സ. ഓപ്ഷൻ ബി. 39 മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? ഏറ്റവും വലിയ ധമനി അയോട്ടയാണ്. ഓപ്ഷൻ സി. 40 ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകുകളാണ്? ഡെങ്കിപ്പനി പരത്തുന്നത് ഈഡിസ് ഈജിപ്തി ആണ്. ഓപ്ഷൻ ബി ഈഡിസ് ഈജിപ്തി. 41 ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡ്. ഓപ്ഷൻ ഡി. 41 ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം അതായത് ജിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദ്യം. ധ്രുവപ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട്. അത് ശരിയാണ്. 2 ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിക്ക് പരമാവധി മൂല്യമുണ്ട്. അത് തെറ്റാണ്. 3 ഭൂകേന്ദ്രത്തിൽ ജിയുടെ വില 0 അത് ശരിയാണ്. ഭൂകേന്ദ്രത്തില് 0. അപ്പോ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ സി 1ഉം 3ഉം. അടുത്തത് h ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം സഞ്ചരിച്ചു കഴിയുമ്പോൾ അതിന്റെ സ്ഥിതികോർജവും ഗതികോർജവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും? h ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം സഞ്ചരിച്ചു കഴിയുമ്പോൾ അതിന്റെ സ്ഥിതികോർജവും ഗതികോർജവും തമ്മിലുള്ള അനുപാതം 1:1. ഓപ്ഷൻ ഡി 1:1. 44 താഴെ പറയുന്ന മാധ്യമങ്ങളെ
അവയിലൂടെയുള്ള ശബ്ദ തരംഗങ്ങളുടെ പ്രവേഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക. താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെയുള്ള ശബ്ദ തരംഗങ്ങളുടെ പ്രവേഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതണം. അപ്പൊ കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് വരണം. 1 ശുദ്ധജലം, 2 വായു, 3 സമുദ്രജലം. അതിൽ ഏറ്റവും കുറവ് അതിലായിരിക്കും? വായുവിലൂടെ ആയിരിക്കാം. അതിനുശേഷം ശുദ്ധജലത്തിലൂടെ, വേഗത കൂടുതൽ സമുദ്രജലം. അപ്പോ 2, 1, 3 ഓപ്ഷൻ എ. ശബ്ദത്തിന് വേഗത കൂടുതൽ, കുറവ് വായുവിലൂടെയാണ്. അതിനേക്കാൾ കൂടുതൽ എന്തിലാണ്? ശുദ്ധജലത്തിലാണ്. അതിലും കൂടുതൽ സമുദ്രജലത്തില്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 45 ഇന്ത്യയുടെ സൗര മിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണെന്നാണ് ചോദ്യം. 1%. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 1%. 46 താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ സൗരോർജ വികസനത്തിനായുള്ള സ്ഥാപനം അഥവാ പദ്ധതി അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. 1 NSM, 2 NLCIL, 3 NISC. ഇതില് അല്ലാത്തത് ഏതാണ്? NLCIL ആണ്, 2 ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, 2. അടുത്തത് 47 താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിന്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത്? അമോണിയയുടെയാണ്. അമോണിയയുടെ നിർമ്മാണത്തിലാണ് സ്പോഞ്ചി അയൺ ഉൾപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നത്. 48 കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ സിങ്ക്. ഓപ്ഷൻ ഡി. 49 താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻസ് നോക്കാം. എ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ, ശരിയാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിൻ ആണ്, ശരിയാണ്. അറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ, അത് തെറ്റാണ്. നമ്മളോട് തെറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി. 4 ഡ്രൈ സെൽ ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്ന മൂലകമാണ് സിങ്ക്. ഓക്കെ, 49 ഓപ്ഷൻ സി ആണ്. 50 ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം ഏത്? ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ചത് ബാംഗ്ലൂരിലാണ്. ഓപ്ഷൻ ബി, ബാംഗ്ലൂർ. 51 താഴെ പറയുന്നവയിൽ ഏതാണ് ചന്ദ്രയാൻ 3 മിഷൻ റോവർ? ചന്ദ്രയാൻ 3 മിഷൻ റോവർ ഏതാണ്? പ്രഗ്യാനാണ്. റോവർ പ്രഗ്യാനാണ്. 52 കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം ഏത്? പ്രധാന വാദ്യം ഏതാണ് കൂത്തിന്റെ? മിഴാവ്. ഓപ്ഷൻ ഡി, മിഴാവ്. 53 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിന്റെ കർത്താവ് ആര്? ഭൂതരായർ എന്ന നോവലിന്റെ കർത്താവ് രാമവർമ്മ അപ്പന്തമ്പുരാനാണ്. ഓപ്ഷൻ ബി, രാമവർമ്മ അപ്പന്തമ്പുരാൻ. 54 വെട്ടത്തു സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? വെട്ടത്തു സമ്പ്രദായം കഥകളി. 55 മഹാകവി പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആര്? മഹാകവി പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആറ്റൂർ രവിവർമ്മ. ഓപ്ഷൻ എ. 56 കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം ഏത്? കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം 1973. 57 2023 അണ്ടർ 17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യം? 2023 അണ്ടർ 17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഇന്തോനേഷ്യ. ഓപ്ഷൻ ബി, ഇന്തോനേഷ്യ. 58 മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മലയാളം വിഭാഗത്തില് ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രിയ AS നാണ്. ഓപ്ഷൻ സി, പ്രിയ AS. 59 സെൻസിറ്റീവ് ആയ ബാങ്ക് അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇത് ഡാഷ് ആണ്. ഇതാണ് ഫിഷിംഗ്. ഓപ്ഷൻ സി, ഫിഷിംഗ്. 60 പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ
പ്രോസസ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത് റൂട്ടർ. ഓപ്ഷൻ ഡി, റൂട്ടർ ആണ്. 61. ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. എന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഓപ്ഷൻ എ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. 62. ഡാം ഒരു ഡാഷ് ആണ്. ഡാം എന്ന് പറയുന്നത് എന്താണ്? മാൽവെയർ ആണ്. ഓപ്ഷൻ ബി, മാൽവെയർ ആണ്. 63. യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർറൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരെന്താണ്? യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർറൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേര് ഓഗ്മെന്റഡ് റിയാലിറ്റി ആണ്. ഓപ്ഷൻ സി, ഓഗ്മെന്റഡ് റിയാലിറ്റി. 64. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശമാണ് ഉറപ്പു നൽകുന്നില്ലാത്തത്? ചൂഷണത്തിനുള്ള അവകാശം. ഓപ്ഷൻ ബി, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പു നൽകുന്നില്ല? ഏതാണ് നൽകാത്തത്? ചൂഷണത്തിനുള്ള അവകാശം. 65. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഏതിലാണ്? 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ 10ാം വകുപ്പിലാണ്. ഓപ്ഷൻ എ, 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ 10ാം വകുപ്പിലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 66. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാണ്? മജിസ്ട്രേറ്റിനാണ് ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ കഴിയുന്നത്. മജിസ്ട്രേറ്റ്. ഓപ്ഷൻ എ. 67. 2005 വിവരാവകാശ നിയമത്തിന്റെ 2ാം വകുപ്പിൽ ഇനി പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു. 2ാം വകുപ്പിൽ എന്താണ് നോക്കാം. ജോലി, രേഖകൾ എന്നിവയുടെ പരിശോധന, രേഖകളുടെയോ ചാർജുകൾ, എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കൽ, മെറ്റീരിയലിന്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കൽ, മുകളിൽ പറഞ്ഞവ എല്ലാം. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവ എല്ലാം. 2ാം വകുപ്പിൽ വരുന്നതാണ് മുകളിൽ പറഞ്ഞതെല്ലാം. 68. 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം. 30 ദിവസത്തിനുള്ളിലാണ്. ഓപ്ഷൻ ബി, 30 ദിവസം. 69. പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണ്? 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയുമാണ് കുട്ടി. 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തി ആരാണ്? കുട്ടിയാണ്. 70. ദേശീയ വനിതാ കമ്മീഷന്റെ 2024 അധ്യക്ഷൻ ആരാണ്? രേഖ ശർമ്മ. ഓപ്ഷൻ എ, രേഖ ശർമ്മ. 71. മാത്സ് ആണ്. ആൻസർ പറഞ്ഞു പോവാം. ഒരു ബഹുഭുജത്തിന്റെ പുറംകോണുകളുടെ തുക അതിന്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ടെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി, 3 ആണ് ഉത്തരം. 72. 12 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ അകക്കോണുകളുടെ തുക എത്ര? 1800. ഓപ്ഷൻ സി. 73. 2,5,8 എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് 2500? ഓപ്ഷൻ ഡി ആണ് 17. 74. 8% വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 25,000 രൂപ നിക്ഷേപിച്ചാൽ 2 വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന പലിശ എത്ര? 4,160. ഓപ്ഷൻ ബി, 4,160. 75. ആൻസർ ഓപ്ഷൻ ബി ആണ് 4. 75 ആൻസർ ഓപ്ഷൻ ബി, 4 ആണ് ഉത്തരം. 76. 75 ഒരു സംശയമുണ്ട്, നോക്കിയിട്ട് കമന്റിൽ ഇട്ടേക്കാം. ഓക്കെ, അടുത്ത നോക്കാം. 76. 1x2, 2x3, 3x4 എന്ന ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക എത്ര? ഈ ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക എത്ര എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ
സി ആണ് 440. 77 ഒരു ചതുർഭുജത്തിലെ കോണളവുകൾ 1:2:3:4 ആയാൽ വലിയ കോൺ എത്ര? 144. ഓപ്ഷൻ ബി 144. 78 ഒരു സംഖ്യയോട് 1 കൂട്ടിയതിന്റെ വർഗമൂലത്തിന്റെ വർഗമൂലം 3 ആയാൽ സംഖ്യ എത്ര? ഒരു സംഖ്യയോട് 1 കൂട്ടിയതിന്റെ വർഗമൂലത്തിന്റെ വർഗമൂലം 3 ആയാൽ സംഖ്യ എത്ര? 80 ആണ് ഓപ്ഷൻ സി. 79 ഒരു വൃത്തസ്തൂപികയുടെ ആരം 2 മടങ്ങും ഉന്നതി 3 മടങ്ങും വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായിട്ട് വർദ്ധിക്കും? ഓപ്ഷൻ ഡി 12. 80 ചിത്രത്തിൽ എ സി ബിയുടെ അളവ് 260 ഡിഗ്രി ആയാൽ കോൺ എ സി ബിയുടെ അളവ് എത്ര? ഓപ്ഷൻ ബി 50 ഡിഗ്രി. ഓപ്ഷൻ ബി ആണ് ഉത്തരം 50 ഡിഗ്രി. 81 മുതൽ ഇംഗ്ലീഷ് ആണ്. ആൻസർ പറയാം. 81 കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഹാൻഡ് കർച്ചീഫ് ആണ് ഓപ്ഷൻ ബി. 82 വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ ഡോഗ് ഇൻ ദ മാഞ്ചർ പോളിസി? ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എ മാൻ ഹു പ്രിവെന്റ്സ് others from enjoying something. ഓപ്ഷൻ ഡി. 83 സ്പോട്ട് ദ എറർ ആണ്. ബി പാർട്ടാണ് എറർ ഉള്ളത്. ഓപ്ഷൻ ബി. 84 ഫാസിമെയിൽ മീൻസ് ആണ് ചോദ്യം. എക്സാക്ട് കോപ്പി ആണ് അതിന്റെ അർത്ഥം. എക്സാക്ട് കോപ്പി. ഓപ്ഷൻ ബി. 85 ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടർ സ്പീച്ച് ആണ്. നവീൻ ആസ്ക്ഡ് ഇഫ് ഹി ഹാഡ് ടു ഗോ ജസ്റ്റ് ദെൻ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓപ്ഷൻ ഡി. 86 ക്വസ്റ്റ്യൻ ടാഗ് ആണ് ഡിഡ് ദേ ആണ്. ഓപ്ഷൻ സി ഡിഡ് ദേ. 87 leptospirosis is related with rat. ഓപ്ഷൻ ബി rat. 88 dash bird in hand is worth 2 in dash bush. എയും ഡിയും ആണ്. ഓപ്ഷൻ ഡി എയും ഡിയും ആണ്. ഓപ്ഷൻ ഡി ആണ് എയും ഡിയും. 89 he is being accused that dash theft. ഓപ്ഷൻ എ ഓഫ്. അക്യൂസ്ഡ് ഓഫ്. 90 ചേഞ്ച് ദ വോയിസ് ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. എവരി വൺ കൺസേൺഡ് ഹാസ് ബീൻ കോൺടാക്റ്റഡ്. ഓപ്ഷൻ സി. 91 മുതൽ മലയാളമാണ്. താഴെ പറയുന്നവയിൽ ശരിയായ വാക്യപ്രയോഗം ഏതെന്നാണ് ചോദ്യം. കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 92 താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം. സ്വാമികൾ. പൂജക ബഹുവചനം സ്വാമികൾ. 93 വേദത്തെ സംബന്ധിച്ചത് ഒറ്റപ്പദമാണ്. വൈദികം. ഓപ്ഷൻ എ. 94 ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? ക്ഷണികം ശാശ്വതം. ഓപ്ഷൻ ബി ശാശ്വതം. 95 താഴെ പറയുന്നവയിൽ നിലാവ് എന്ന പദത്തിന്റെ ശരിയായ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? ചന്ദ്രിക, കൗമുദി. ഓപ്ഷൻ എ ചന്ദ്രിക, കൗമുദി. 96 അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് എടുക്കാനാണ്. മുഴുവൻ കൊള്ളയടിക്കുക. അമ്പലം വിഴുങ്ങുക, മുഴുവൻ കൊള്ളയടിക്കുക. 97 താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായ പദം കണ്ടെത്താനാണ്. ഭഗവത്ഗീതയാണ് ചോദ്യം. ഏതാണ്? ഓപ്ഷൻ സി ആണ് ഭഗവത്ഗീത. 98 വിണ്ടലം ശരിയായ രീതിയിൽ പദം ചേർത്ത് എഴുതിയിരിക്കുന്നത് ഏതെന്നാണ് ചോദ്യം. വിൺ പ്ലസ് തലമാണ് വിണ്ടലം. ഓപ്ഷൻ എ. 99 തലവേദന എന്ന പദത്തിന്റെ ശരിയായ ഘടകപദം ഏതെന്നാണ് ചോദ്യം. തലയിലെ വേദനയാണ് തലവേദന. തലയിലെ വേദന. ഓപ്ഷൻ സി.
100 ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ഏത്? ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം മാലേയം. ഓപ്ഷൻ ബി മാലേയം. ഓക്കെ, 100 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ PDF ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. ഇതിന്റെ കണക്റ്റഡ് ഫാക്ട്സ് വരും ക്ലാസ്സുകളിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.